നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺസ്യൂമർ ഇൻഡസ്ട്രിക്കും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്കും ആവശ്യമായിട്ടുള്ള വൈറ്റ് ഓയിൽ നിർമ്മാതാക്കളായിട്ടുള്ള ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നവംബർ 21 മുതൽ 23 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 500 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇതിൽ 357 കോടി രൂപയും ഫ്രഷ് ഓഹരികളാണ്. ഈ കമ്പനിക്ക് 350-ൽ പരം പ്രോഡക്റ്റുകളുള്ള ഒരു കമ്പനിയാണിത്. ഒരു ഓയിൽ റിഫൈനറിയാണ്. ഇവരുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡ് ഇത് പലതരത്തിലുള്ള ഓയിലുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, ട്രാൻസ്ഫോമർ ഓയിൽ, റബ്ബർ പ്രോസസ് ഓയിൽ, അതുപോലെ തന്നെ മിനറൽ ഓയിൽ, പെട്രോളിയം ജെല്ലി, വാക്സ്, പിന്നെ സ്പെഷ്യാലിറ്റി ബേസ് ഓയിൽസ്, ഇതെല്ലാം നിർമ്മിക്കുന്ന 350ഓളം പ്രോഡക്റ്റുകളുണ്ട് കമ്പനിക്ക്. അപ്പോൾ ഈ കമ്പനിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. 350ഓളം പ്രോഡക്റ്റുകളുണ്ടെന്ന് പറഞ്ഞില്ല. അതിൽ പേഴ്സണൽ കെയർ, ഹെൽത്ത് കെയർ, പിന്നെ പെർഫോമിംഗ് ഓയിൽസ്, അതുപോലെ തന്നെ ലൂബ്രിക്കൻസ്, ഇൻസുലേറ്റിംഗ് ഓയിൽസ്, ഇങ്ങനെയെല്ലാം അവർ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് എന്ന് പറയുന്നത് ദിവ്യോൾ എന്നുള്ള ബ്രാൻഡാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല വ്യവസായങ്ങളുടെയും എൻഡ് പ്രോഡക്ട്സിന് ആവശ്യമായിട്ടുള്ള ഓയിൽ, അത് അവരുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഗാന്ധാർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് കൺസ്യൂമർ, ഹെൽത്ത് കെയർ, ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, പവർ, ടയർ ആൻഡ് റബ്ബർ, ഇത്രയും സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഓയിൽസാണ് ഗാന്ധാർ സപ്ലൈ ചെയ്യുന്നത്. 2020-നും 2022-നും ഇടയിൽ നോക്കുകയാണെങ്കിൽ ഗാന്ധാർ റിഫൈനറിയുടെ CAGR, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഏകദേശം 49.68% ആണ്. അത് ഈ ഓയിൽ പിയർ കമ്പനികളുടെ കാര്യത്തിൽ നമ്പർ 1 ആയിരുന്നു ആ സമയത്ത്. അത് മാത്രമല്ല, ഈ കെമിക്കൽ പിയർ കമ്പനികളുടെ കാര്യത്തിൽ സെക്കൻഡ് ഹയസ്റ്റും ആയിരുന്നു ഈ ഗ്രോത്ത് റേറ്റ്. ഗാന്ധാർ റിഫൈനറിയുടെ പ്ലാന്റുകൾ പറയുകയാണെങ്കിൽ തലോജയിലും, അതുകൂടാതെ ദാദ്ര, നാഗർ ഹവേലി, ദാമൻ ദിയു തുടങ്ങിയിട്ടുള്ള യൂണിയൻ ടെറിട്ടറികളിലും, പിന്നെ ഷാർജയിലും UAE-ലും ഒക്കെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 100ഓളം രാജ്യങ്ങളിൽ ഇവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. 3529 ഇൻഡസ്ട്രിയൽ ഹൗസുകളുമായിട്ട്, അതായത് ഗ്ലോബൽ കമ്പനികൾ അവരുടെ ക്ലയൻസ് ആയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ട കമ്പനികൾ പ്രോക്ടർ ആൻഡ് ഗാംബിൾ, യൂണിലിവർ, മാരിക്കോ, ദാബർ, എൻക്യൂബ്, പതഞ്ജലി ആയുർവേദ, പിന്നെ ബജാജ് കൺസ്യൂമർ, ഇമാമി, പിന്നെ അമൃതാഞ്ജൻ ഹെൽത്ത് കെയർ തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ്. അങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിവിഷനുകൾ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ഒന്ന് പേഴ്സണൽ കെയർ, ഹെൽത്ത് കെയർ, പെർഫോമിംഗ് ഓയിൽ, അതിൻ്റെ നിർമ്മാണം. രണ്ടാമത്തേത് പ്രോസസ് ഇൻസുലേറ്റിംഗ് ഓയിൽസ്. പിന്നെ ഉള്ളതാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമോട്ടീവ് ഓയിൽസ്. ഈ 3 ബിസിനസ് ഡിവിഷനാണ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഗാന്ധാർ റിഫൈനറിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കാം. രമേഷ് ബാബുലാൽ പരേഖ്, അദ്ദേഹമാണ് ചെയർമാനും MDയും. ആ ചെയറിലിരിക്കും നമ്മുടെ ഈ ചിത്രത്തിൽ. അതുകൂടാതെ സമീർ രമേഷ് പരേഖ്, അശ്ലേഷ് രമേഷ് പരേഖ് തുടങ്ങിയിട്ടുള്ള പരേഖുമാരായിട്ടുള്ള ആ ഫാമിലിയിൽപ്പെടുന്നവരായിരിക്കണം ഇതിൽ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളത്. 87.5% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശമാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 143 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ ഉണ്ടെന്നറിയാം. അതിൽ ചില പ്രൊമോട്ടേഴ്സും അതുകൂടാതെ മറ്റു ചില ഇൻവെസ്റ്റേഴ്സും, ഇപ്പോൾ ഉള്ള ഇൻവെസ്റ്റേഴ്സുമാണ് ആ ഓഹരികൾ അത്രയും തുകയ്ക്കുള്ളത് വിറ്റഴിക്കുന്നത്. അതിൽ പ്രധാനികൾ കൈലേഷ് പരേഖ്, ഗുലാബ് പരേഖ് എന്നീ 2 പേരും, പിന്നെ ചില 2 കോർപ്പറേറ്റ് മെമ്പേഴ്സ്, അതായത് ഗ്രീൻ ഡെസേർട്ട് റിയൽ എസ്റ്റേറ്റും ഫ്ലീറ്റ് ലൈൻ ഷിപ്പിംഗ് എന്ന് പറയുന്ന ആ 2 കൂട്ടരുമാണ് ഓഫർ ഫോർ സെയിലായിട്ട് ഓഹരികൾ ഇപ്പോൾ വിറ്റഴിക്കുന്നത്. പിന്നെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ഒരു 357 കോടി രൂപ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അത് ഈ കമ്പനി എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ടെക്സോൾ എന്ന് പറയുന്ന ഷാർജയിലെ അവരുടെ പ്ലാന്റിന് കുറച്ച് കടബാധ്യതകളുണ്ട്. അത് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ലോണാണ്. അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവാസ എന്ന് പറയുന്ന പ്ലാന്റിൽ അവിടെ ഓട്ടോമോട്ടീവ് ഓയിൽസ് ആണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അതുപോലെ തലോജ പ്ലാന്റ് അവരുടെ മറ്റൊരു പ്ലാന്റാണ്. അവിടെ ഓട്ടോമോട്ടീവ് ഓയിലല്ല, പെട്രോളിയം ജെല്ലിയും അതുപോലെ തന്നെ കോസ്മെറ്റിക്
പ്രോഡക്റ്റുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അതേ പ്ലാന്റിൽ തന്നെ ഒരു ബ്ലെൻഡിങ് ടാങ്ക്, പുതിയ വൈറ്റ് ഓയിലിൻ്റെ ബ്ലെൻഡിങ് ടാങ്ക് ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ മറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളും പിന്നെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ജനറൽ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുമാണ് ബാക്കി പണം ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ 357 ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 357 കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സും പിയർ കമ്പാരിസനും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. EPS 23.77, PE റേഷ്യോ കാണുന്നത് 6.73, 7.11. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 32.53%, NAV 95.03 എന്നുമാണ് കാണുന്നത്. അതുപോലെ തന്നെ പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഗാന്ധാർ ഓയിൽ റിഫൈനറിക്ക് സവിത ഓയിൽ ടെക്നോളജീസ്, സപാർ ഇൻഡസ്ട്രീസ്, പനാമ പെട്രോകെം, ഗാലക്സി സർഫാക്ടൻസ്, പ്രിവി സ്പെഷ്യാലിറ്റി, റൊസാരി ബയോടെക്, ഫയർകം ഓർഗാനിക്സ് ഇങ്ങനെയുള്ള കമ്പനികളാണ് ഇതിൻ്റെ പിയർ കമ്പാരിസനായിട്ട് കൊടുത്തിട്ടുള്ളത് അവരുടെ പ്രോസ്പെക്ടസിൽ. അതിൻ്റെ EPS ബേസിക് ആയിട്ടുള്ളതാണ് ഈ സൈഡിൽ കോളത്തിൽ നമുക്ക് കമ്പാരിസന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസും നുവാമ വെൽത്ത് മാനേജ്മെൻറ്റുമാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയുമാണ്. ഗാന്ധാർ ഓയിലിൻ്റെ ഫിനാൻഷ്യൽസ് വളരെ മികച്ചതായിട്ടാണ് കാണുന്നത്. 2021 2221 കോടി രൂപയാണ് ഇതിൻ്റെ റവന്യൂ കാണുന്നത്. അത് അടുത്ത വർഷമായപ്പോഴത്തേക്കും നല്ലൊരു കുതിച്ചുകയറ്റമുണ്ട്. 3737.37 അത് എത്തിയിരിക്കുന്നു. 2023 4779.44 റവന്യൂ വളരെ മുന്നേറിയിരിക്കുകയാണ്. ഈ അറ്റത്ത് കാണുന്നത് 2024 ആദ്യ ക്വാർട്ടറിലെ റിസൾട്ടാണ്. അതിൽ തന്നെ 1070.34 റവന്യൂ എത്തിയിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 98.68 കോടിയാണ് 21. 22 ആയപ്പോഴത്തേക്കും 160.22 അത് വർദ്ധിച്ചു. അത് 2023 201.16 ഈ ക്വാർട്ടറിൽ ഈ ഒരു ക്വാർട്ടറിലെ മാത്രം നോക്കുകയാണെങ്കിൽ 53.93 എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ മികച്ച കണക്കുകൾ തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. നവംബർ 22 മുതൽ 24 വരെയാണ് IPO ഓപ്പൺ ആയിരിക്കുന്നത്. 160 രൂപ മുതൽ 169 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 357 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 143 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇഷ്യൂ സൈസ് 500 കോടി രൂപയ്ക്കുള്ളതാണ്. 88 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുന്ന റീറ്റെയിലേഴ്സിന്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. 35% റീറ്റെയിലേഴ്സിനാണ് ഓഹരികൾ കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 30 ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഡിസംബർ 5 എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത്, ഇതൊരു മികച്ച കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ഉദ്ദേശിക്കുന്നവർക്കും ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തന്നെ ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഒരു ലിസ്റ്റിംഗ് ഗെയിനും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓഹരിയാണിത്. ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഉടൻ തന്നെ ഇടണം. എന്തായാലും മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.